ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ലെവൽ 31 ലെവലിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ലെവൽ 30 വരെയുള്ള ലെവൽസ് കംപ്ലീറ്റ് ആവാത്തവർ ഒന്ന് അത് കംപ്ലീറ്റ് ചെയ്യുക. അതിൻ്റെ ലെവൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. എപ്പോഴാണ് നിങ്ങൾക്കൊരു സൈഡ് റോഡിൽ നിന്ന് ഒരു പ്രധാന റോഡിലേക്ക് തിരിയാൻ കഴിയുക? ഓപ്ഷൻസ് ഇതാണ്. 2 റോഡുകളിലും ഗതാഗത തിരക്കില്ലെങ്കിൽ മാത്രം, ഒരു സമയത്തും അനുവദിക്കില്ല, ഏത് സമയത്തും, പ്രധാന റോഡിലെ വാഹനങ്ങളെ കടത്തി വിട്ടതിന് ശേഷം. അപ്പം ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തെ ചോദ്യം. ട്രാഫിക് ലൈറ്റുകൾ പ്രവർത്തനരഹിതമാണെങ്കിൽ നിങ്ങൾ എന്ത് മുൻകരുതലുകൾ എടുക്കണം? പ്രവർത്തനരഹിതം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നില്ല. ഓപ്ഷൻസ്: പതുക്കെ നീങ്ങുക, നിർത്തിയതിനു ശേഷം വലത്തോട്ടും ഇടത്തോട്ടും നോക്കി ജാഗ്രതയോടെ മുന്നോട്ട് പോകുക, മുൻകരുതലുകൾ ആവശ്യമില്ല, ഒരേ വേഗതയിൽ മുന്നോട്ട് പോകുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മറ്റു വാഹനങ്ങളെ വളരെ അടുത്ത് പിന്തുടരാതിരിക്കേണ്ടതിൻ്റെ ഏറ്റവും നല്ല കാരണം എന്താണ്? ഓപ്ഷൻസ്: എക്സോസ്റ്റ് പുക ഒഴിവാക്കാൻ, മുന്നിലെ വാഹനത്തിന്റെ ടയറിൽ നിന്ന് ചളി തെറിക്കാതിരിക്കാൻ, മുന്നിലേക്കുള്ള കാഴ്ച വർദ്ധിപ്പിക്കാനും, വാഹനങ്ങൾ പെട്ടെന്ന് നിർത്തിയാൽ മുന്നിലെ വാഹനങ്ങളിൽ ഇടിക്കാതിരിക്കാനും, നിങ്ങളുടെ വാഹനത്തിന്റെ പ്രവർത്തനത്തിന് കുറഞ്ഞ ശ്രദ്ധ ആവശ്യമായതിനാൽ. അപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. നാലാമത്തെ ചോദ്യം നോക്കാം. ഒരു ഹൈവേയിൽ നിങ്ങളുടെ എക്സിറ്റിൽ തിരിയാൻ കഴിയാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: അടുത്ത ഉചിതമായ എക്സിറ്റിൽ എത്തുന്നതുവരെ തുടരുക, വാഹനം നിർത്തി എക്സിറ്റിലേക്ക് റിവേഴ്സ് എടുക്കുക, ഉടനെ നിർത്തി റിട്ടേൺ തിരിക, റിയർവ്യൂ മിററിലേക്ക് നോക്കി റിവേഴ്സ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അഞ്ചാമത്തെ ചോദ്യം. ധാരാളം കാൽനടയാത്രക്കാർ ഉള്ള ഒരു പ്രദേശത്ത്, ഉദാഹരണം ബസ് സ്റ്റോപ്പ്, വാഹനം ഓടിക്കുമ്പോൾ എന്താണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്? ഓപ്ഷൻസ്: നിങ്ങളുടെ ഹോൺ ആവർത്തിച്ച് മുഴക്കുക, ഹൈബീമിൽ നിങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഇടുക, അതുവഴി അവർക്ക് നിങ്ങളെ നന്നായി കാണാൻ കഴിയും, അവരെ ഇടിക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വേഗത കുറയ്ക്കുകയും അവർ റോഡിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് മാത്രം മുന്നോട്ട് പോകുകയും ചെയ്യുക. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വേഗത കുറയ്ക്കുക, അവർ റോഡിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുക. ആറാമത്തെ ചോദ്യം നോക്കാം. നിങ്ങളുടെ മുൻപിലുള്ള വാഹനം കാൽനട ക്രോസിംഗിൽ നിർത്തി, എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: വാഹനത്തെ മറികടക്കാൻ പാടില്ല, ക്രോസിംഗിൽ കാൽനടയാത്രക്കാർ ഇല്ലെങ്കിൽ വാഹനത്തെ മറികടക്കാം, മറ്റു വാഹനങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ വാഹനത്തെ മറികടക്കാം, നിങ്ങളുടെ ഹോൺ ആവർത്തിച്ച് മുഴക്കുക. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. വാഹനത്തെ മറികടക്കാൻ പാടില്ല. ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം. ഇനി പറയുന്ന ഏത് സാഹചര്യത്തിലാണ് ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നത്? ഓവർടേക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ദിശയിൽ പോകുന്ന മറ്റ് ഗതാഗതത്തിന് അസൗകര്യമോ അപകടമോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ. ഓപ്ഷൻ ബി: വാഹനം ഒരു വളവിലോ കുന്നിനോ സമീപമാണെങ്കിൽ, മുന്നിലുള്ള റോഡ് വ്യക്തമായി കാണാനാകില്ലാത്ത സാഹചര്യത്തിൽ. ഓപ്ഷൻ സി: ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ. ഓപ്ഷൻ ഡി: മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാമാണ്, അതായത് ഈ 3 കാര്യങ്ങളും. ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യം നോക്കാം. നിങ്ങൾ വാഹനത്തിന്റെ വേഗത കുറയ്ക്കണം എപ്പോൾ? ഓപ്ഷൻ എ: ഒരു മേജർ റോഡ് ഇന്റർസെക്ഷനെ കാണുമ്പോൾ, ഒരു റോഡ് ജംഗ്ഷനെ സമീപിക്കുമ്പോൾ, ഒരു കാൽനട ക്രോസിംഗിനെ സമീപിക്കുമ്പോൾ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഞാൻ കുറച്ച് മിനിറ്റ്സ് നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് കൂടി ആലോചിക്കാം. എന്നിട്ട് ഞാൻ ഓപ്ഷൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആൻസർ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ലഭിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20 വരെ എത്രയാണ് ആൻസർ ശരിയായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറയട്ടെ, ഉത്തരം പറഞ്ഞ കേട്ടോ. ഇതിന്റെ ഉത്തരവും മുകളിൽ പറഞ്ഞവയെല്ലാമാണ്, അതായത് ഈ 3 കാര്യങ്ങളും. 9ാമത്തെ ചോദ്യം. നിങ്ങൾ ഇടത്തേക്ക് തിരിയാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ നൽകേണ്ട ഹാൻഡ് സിഗ്നൽ ഏതാണ്? എ: വലത് കൈ കൈപ്പത്തി താഴേക്കായി വാഹനത്തിന്റെ വലതുവശത്തേക്ക് നീട്ടി പല തവണ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുക. ബി: വലത് കൈ ലംബമായി വാഹനത്തിന്റെ വലതുവശത്തേക്ക് പുറത്തേക്ക് നീട്ടി കൈപ്പത്തി മുന്നിലേക്ക് ഉയർത്തുക. സി: വാഹനത്തിന്റെ വലതുവശത്തേക്ക് വലതുകൈ നീട്ടി ക്ലോക്ക് ദിശയിൽ ആന്റി ക്ലോക്ക് ദിശയിൽ തിരിക്കുക. ഡി: കൈപ്പത്തി മുന്നിലേക്ക് തിരിച്ച് വാഹനത്തിന്റെ വലതുവശത്തേക്ക് തിരശ്ചീനമായി വലതു കൈ നീട്ടുക. അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ് വരുന്നത്? ഇതിന്റെ ഉത്തരം വരുന്നത്
ഓപ്ഷൻ സി ആണ്. വലതുവശത്തേക്ക് വലത് കൈ നീട്ടി ആന്റി ക്ലോക്ക് ദിശയിൽ തിരിക്കലാണ്. ഇതിന്റെ ഹാൻഡ് സിഗ്നൽസിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാത്തവർക്ക് കാണാം. നമ്മുടെ 10ാമത്തെ ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യാം? ഓപ്ഷൻസ്: ട്രാഫിക് ലൈറ്റിന് സമീപം, കാൽനട ക്രോസിംഗിന് സമീപം, വലിയ തിരക്കുള്ള ഒരു പ്രധാന റോഡിൽ, ഇവയൊന്നുമല്ല. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? ഇവയൊന്നുമല്ല. ഈ 3 സ്ഥലങ്ങളിലും വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. 11ാമത്തെ ചോദ്യം, എപ്പോഴാണ് നിങ്ങൾക്ക് എൻജിൻ ഓഫ് ചെയ്യാതെ നിങ്ങളുടെ വാഹനം ക്യാരേജ് വേയിൽ പാർക്ക് ചെയ്യാൻ അനുവാദമുള്ളത്? നിങ്ങളുടെ വാഹനം 5 മിനിറ്റിൽ താഴെ പാർക്ക് ചെയ്താൽ, ബി ബാറ്ററി മോശമാണെങ്കിൽ, സി 20 kmph സോണിൽ ആയിരിക്കുമ്പോൾ. 20 kmph km/h ഒരു അവസരത്തിലും പറ്റില്ല. അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ്? ഒരു അവസരത്തിലും പറ്റില്ല. 12, ഒരു കുന്നിൽ നിന്ന് താഴേക്ക് വാഹനം ഓടിക്കുമ്പോൾ. ഓപ്ഷൻസ്: ടോപ്പ് ഗിയർ ഉപയോഗിക്കുക, ന്യൂട്രൽ ഗിയർ ഉപയോഗിക്കുക, മുകളിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന അതേ ഗിയർ സെലക്ഷൻ ഉപയോഗിക്കുക, ഇന്ധനം ലാഭിക്കാൻ ഇഗ്നിഷൻ ഓഫാക്കിയും ന്യൂട്രൽ ഗിയർ ഉപയോഗിച്ചും വാഹനം ഓടിക്കുക. ഇതൊക്കെ ഗിയർ വണ്ടികളുടെ ക്വസ്റ്റ്യൻസ് ആട്ടോ, അതുകൊണ്ട് ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 13ാമത്തെ ചോദ്യം, ഒന്നിലധികം ഹമ്പുകളുള്ള ഒരു റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എ ഉടനീളം കുറഞ്ഞ വേഗത നിലനിർത്തുക, ബി ഓരോന്നിനും ഇടയിൽ വേഗത്തിൽ വർദ്ധിപ്പിക്കുക, സി എല്ലായ്പ്പോഴും പരമാവധി വേഗത നിലനിർത്തുക, ഡി സ്കൂൾ സമയങ്ങളിൽ മാത്രം സാവധാനം ഡ്രൈവ് ചെയ്യുക. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 14, യു ടേണിന് ഉപയോഗിക്കുന്ന ഹാൻഡ് സിഗ്നൽ ഏതാണ്? ഇടത്തോട്ട് തിരിയേണ്ട സിഗ്നൽ, സ്ലോ ഡൗൺ സിഗ്നൽ, വലത്തേക്ക് തിരിയാനുള്ള സിഗ്നൽ, യു ടേൺ സിഗ്നൽ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി. 15, കാൽനട യാത്രക്കാർ വാഹനത്തിന്റെ പുറകിൽ നിന്നോ വളവിന് സമീപത്തു നിന്നോ റോഡ് മുറിച്ച് കടക്കരുത്. കാരണം? വാഹനത്തിന്റെ പുറകിൽ നിന്നോ വളവിന് സമീപത്തു നിന്നോ. ഓപ്ഷൻസ്: റോഡ് ചിഹ്നം അനുവദിക്കാത്തതുകൊണ്ട്, അവ കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാക്കുന്നതുകൊണ്ട്, റോഡിൽ വാഹനങ്ങൾക്കാണ് മുൻഗണന, റോഡ് മുറിച്ചു കടക്കുന്ന ആളെ മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. റോഡ് മുറിച്ച് കടക്കുന്ന ആളെ മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് കാണാൻ കഴിയില്ല. ഇത് നമ്മൾക്ക് പ്രാക്ടീസിൽ വരുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഇത് തിയറി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നമ്മൾ ലേണേഴ്സൊക്കെ കിട്ടി റോഡിലേക്ക് ഇറക്കുമല്ലോ വണ്ടികളെ, അപ്പോഴാണ് ഈ നമുക്ക് വളവുകളിലെ അപകടങ്ങളെക്കുറിച്ചും കാൽനട യാത്രക്കാർ പെട്ടെന്ന് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടതൊക്കെ അപ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ വളവ് നിന്നൊക്കെ നമ്മൾ അത്രയധികം ശ്രദ്ധിച്ച് തന്നെ വണ്ടി ഓടിക്കും. കാരണം അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വരുന്നത് നമുക്ക് വളവെന്ന് കാണാൻ കഴിയില്ല, അതുപോലെ തന്നെ കാൽനട യാത്രക്കാർ വരുന്നത് കാണാൻ കഴിയില്ല, അവർ ക്രോസ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ കഴിയില്ല. അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് 16ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾ ഒരു സ്റ്റാക്ഡ് ജംഗ്ഷൻ സമീപിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ്: മുന്നോട്ട് പോകുന്നതിന് ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കുക, ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക, വാഹനം വേഗത കുറയ്ക്കുക, നിങ്ങളുടെ വേഗത നിലനിർത്തുകയും ഹോൺ മുഴക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. 17ാമത്തെ ചോദ്യം നോക്കാം. 2 വരി റൗണ്ട് അബൌട്ടിൽ നേരെ മുന്നോട്ട് പോകാൻ. ഓപ്ഷൻസ്: വലത് സിഗ്നലും തുടർന്ന് ഇടത് സിഗ്നലും സൂചിപ്പിക്കുക, പുറത്തെ ലൈൻ ഉപയോഗിക്കുകയും ആദ്യ എക്സിറ്റിന് ശേഷം ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്റർ നൽകുകയും ചെയ്യുക, ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കുക, നിങ്ങൾ നേരെ പോകുന്നുവെന്ന് സൂചിപ്പിക്കാൻ മിന്നുന്ന ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുക. അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 18ാമത്തെ ചോദ്യം, ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാഹനം ഒരു വശത്തേക്ക് വലിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: ടയറുകൾ മാറ്റുക, ബ്രേക്ക് ചെയ്യുമ്പോൾ പെഡൽ പമ്പ് ചെയ്യുക, വാഹനം നിർത്താൻ ഒരേ സമയം ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക, മെക്കാനിക്കിനെ അല്ലെങ്കിൽ സർവീസ് സെന്റർ സമീപിക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ അടുത്ത ചോദ്യം, ഇറങ്ങുമ്പോൾ ബ്രേക്ക് ഫേഡിംഗ് ഒഴിവാക്കാൻ. ഓപ്ഷൻസ് നോക്കാം.
എ ന്യൂട്രൽ തിരഞ്ഞെടുക്കുക, ബ്രേക്ക് പെഡൽ തുടർച്ചയായി അമർത്തുക, കുറഞ്ഞ വേഗതയുള്ള ഗിയർ തിരഞ്ഞെടുത്ത് ആവശ്യമെങ്കിൽ മാത്രം ബ്രേക്ക് പ്രയോഗിക്കുക, വാഹനം ടോപ്പ് ഗിയറിൽ ഇറങ്ങുകയും ആവശ്യമെങ്കിൽ മാത്രം ബ്രേക്ക് പ്രയോഗിക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അങ്ങനെ നമ്മൾ ഈ ലെവലിലെ 20ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ 20 ചോദ്യത്തിലും നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ അങ്ങനെ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചല്ലോ. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഉത്തരം പഠിച്ചു കഴിഞ്ഞു. ഇനി ഒന്നുകൂടെ ഈ ലെവൽ ഫസ്റ്റ് മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക, ഒന്ന് പഠിച്ചിട്ട് രണ്ടാമത്. ഓക്കെ, എന്നിട്ട് എത്രയാണ് ആൻസർ കിട്ടിയത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം. 20ാമത്തെ ചോദ്യം, വളവിലോ കുത്തനെയുള്ള തിരിവിലോ ഇനി പറയുന്നവയിൽ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ്: ഉചിതമായ ഗിയർ തിരഞ്ഞെടുക്കുക, നിങ്ങളുടെ വേഗത ക്രമീകരിക്കുക, ഇടതുവശം ചേർന്ന് പോകുക, മുകളിൽ പറഞ്ഞവയല്ല. വളവിലോ കുത്തനെയുള്ള തിരിവിലോ ഇനി പറയുന്നവയിൽ ഏതാണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഉത്തരം ഏതാണ്? ഇതിൻ്റെ ഉത്തരം 3 ശരിയാണ്. ഉചിതമായ ഗിയർ തിരഞ്ഞെടുക്കണം, വേഗത ക്രമീകരിക്കണം, ഇടതുവശം ചേർന്ന് തന്നെ പോകണം. അപ്പോൾ നമ്മുടെ ഈ ഒരു 31ാമത്തെ ലെവലിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലേണേഴ്സ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അപ്പോൾ നമ്മുടെ ലെവൽ 1 to 30 വരെയുള്ള ലെവൽസും പിന്നെ മോക്ക് ടെസ്റ്റുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരൊക്കെ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.